നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ ആണ്, കറന്റ് ഫീലിങ്സ് അല്ല, കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫീലിങ്സും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാപ്പി ആണോ അല്ലെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതിൽ തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു, ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. എന്തൊക്കെയോ ആൾക്കൂട്ടത്തിന് ഒറ്റപ്പെട്ടു പോകാന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് ആൾ നിൽക്കുന്നത്. വളരെയധികം സാഡായിട്ട് തന്നെ എന്തോ നോക്കി നിൽക്കുന്നത് പോലെയൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം. വളരെ എന്താ പറയുക, കുറച്ച് ഹാപ്പി ആയിട്ടുള്ള പോയിരുന്ന ഒരാളായിരുന്നു, ഇപ്പോൾ പെട്ടെന്നൊരു ഒറ്റപ്പെട്ട ഒരു അലോൺ ആയിട്ടുള്ള ഒരു ഫീലിങ്സ്. ഇപ്പൊ ആൾക്ക് ചുറ്റും പലരും ഉണ്ടായിരിക്കാം, പക്ഷെ ആൾക്ക് എന്തോ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സ് ആണ് ഇപ്പോൾ അയാളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാം കിങ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. ഒരുപാട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആൾ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. ആ ഒരു എന്തൊക്കെ ആളുടെ കയ്യിൽ കപ്പ് ഉണ്ടെങ്കിൽ പോലും ആൾക്കത് ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല. ആള് എന്തോ ചിന്തിച്ച് അല്ലെങ്കിൽ വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണാൻ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ആ ഒരു പേഴ്സണ് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു ഉത്തരവാദിത്തം തലയിൽ കയറിയ പോലത്തെ ഒരു അവസ്ഥയും ഇപ്പൊ കാണുന്നുണ്ട്. എന്തോ പെട്ടെന്നൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആൾക്ക് ആളുടെ ഒരു കുടുംബത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ വളരെ എന്തൊക്കെയോ ആളുടെ മേലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടോ അതുമാത്രമല്ല അതാൾക്ക് ചെയ്യാനായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് വളരെ പവർഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനുള്ളൊരു പവർ എനിക്ക് ആ ഒരു പേഴ്സണിൽ കാണുന്നില്ല. എന്തുകൊണ്ടൊക്കെയോ ആം, ഒട്ടും അതിലേക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാത്തൊരു അവസ്ഥ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പിന്നെ ഒരു കണ്ണ് കെട്ടി വെച്ചിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ എന്താ പറയാ, ഒരു സൈലന്റ് ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു പോക്ക് പോയ ഒരു സിറ്റുവേഷൻ ആയിട്ട് പലർക്കും ഇവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ പോയിരുന്നവരായിരിക്കാം, പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ടൊക്കെയോ ഒരു ഓവർ തിങ്കിങ് ആ ഒരു പേഴ്സന്റെ തലയിലോട്ട് വന്നതായിട്ട്, ആ ഒരു മൈൻഡിലേക്ക് വന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് അത് അങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിച്ചിട്ടൊരു നിങ്ങളോട് അതൊന്നും ചോദിക്കാതെയോ പറയാണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു പോക്ക് പോയ ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അതിൽ ആളിപ്പോൾ റിഗ്രറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കാരണം ആൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ളൊരു ഇതായിട്ട് കാണുന്നില്ല. ആ ഒരു പോയ വഴിക്ക് തന്നെ ആൾക്കൊരു ഞാൻ പറഞ്ഞില്ല, ഒരു കുറച്ചൊന്ന് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് പണ്ടത്തെ പോലെ ഒന്നും ഒരു ഓടി വരാനുള്ളൊരു കാര്യങ്ങളൊന്നും ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലല്ല ആൾക്ക് ഇപ്പോൾ ഉള്ളത് എന്തായാലും കറന്റ്ലി. അതുമാത്രമല്ല ഹൃദയം വെട്ടിമുറിക്കപ്പെടാന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ ഇല്ലേ, ആളെന്തോ ഒരു ഇതിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ഒന്ന് പിൻവാങ്ങിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ അകന്നു പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും ആ ഒരു പേഴ്സൺ അതിനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആലോചിക്കുമ്പോൾ ഞാൻ എന്തൊരു ഹാപ്പി ആയിരുന്നു, ഞാൻ എന്തിനീ മണ്ടത്തരം ചെയ്തു, ഞാൻ എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് അതെന്ന് വെച്ച് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഒരു കർത്തവാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഒക്കെ വരുമ്പോഴായിരിക്കും നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഒരു ഗ്യാപ്പ്, ഒരു ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ, ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു കർത്തവാവ് അടുത്ത് വരുമ്പോഴായിരിക്കും ആ ഒരു ചന്ദ്രന്റെ എന്താ പറയുക ഒരു പവർ അല്ലെങ്കിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ വരും. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കാരണവും ഇല്ലാതെ നമ്മൾ ഒരുപാട് കിടന്ന് ചിന്തിക്കുക ആ ഒരു സിറ്റുവേഷനിൽ. ഒരു നമുക്ക് ചിലപ്പോൾ കാട് കയറി ചിന്തിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ ആയിരിക്കും ചിലപ്പോൾ ചില ബന്ധങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പകുതി പേരുടെയും ഒരു ഗ്യാപ്പ് വരുന്നുണ്ടാവാം. കാരണം ഇവിടെ ഒരു എന്താ പറയുക ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ കർത്തവാവ് അതിനോടനുബന്ധപ്പെട്ടിട്ടായിരിക്കും. കാരണം ഇവിടെ ഒരു 2 of Blades അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ ഹൃദയം കീറി മുറിക്കപ്പെട്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ല, എന്തിന് ഞാൻ അങ്ങനെ ചെയ്തു, ഒരു ആവശ്യം ഇപ്പൊ ആൾ ചിന്തിക്കുന്നുണ്ട്, എന്തിന്റെ കേടായിരുന്നു എനിക്ക് ആ സമയത്ത് എന്തിനായിരുന്നു ഞാനത് ചെയ്തതെന്ന് ഇപ്പൊ ആള് കിടന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഒരു പിടി കിട്ടിയിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ആളൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ അകന്നു പോയത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഇതിലായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കപ്പ് ഹോൾഡിംഗ് ആണ് ആ ഒരു പേഴ്സൺ. കപ്പ് ഉണ്ടെങ്കിൽ പോലും ആളത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ വിദൂരതയിലേക്ക് കണ്ണു നട്ടിട്ട് നിൽക്കാനുള്ളൊരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ആളുടെ ആഗ്രഹം ഇതിൽ കാണുന്നത്. നിങ്ങൾ ഓടി വന്നൊന്ന് കെട്ടി പുണരണം, എല്ലാം കെട്ടിപ്പിടിച്ച് എല്ലാത്തിനോടും മാപ്പ് ചോദിക്കണം. പക്ഷെ അതിനും പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ്, എന്തുകൊണ്ടോ ഒരു സ്റ്റക്നെസ് ഇവിടെ കാണുന്നുണ്ട്. അതിനും പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് ആ ഒരു വ്യക്തിക്ക് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ.
പെട്ടിട്ട് ഒരു അലോൺ ആയിട്ടുള്ള ഒരു ഫീലിങ്സിലാണ്. കറന്റ് സിറ്റുവേഷൻ എക്സാക്ട്ലി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇവിടെ കറക്റ്റ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ രണ്ട് കാർഡ്സിൽ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു ആൾക്ക് ചുറ്റിലും പ്രകാശമുണ്ടെങ്കിൽ പോലും ഇരുട്ടിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത്. അതുമാത്രമല്ല, പ്രകാശത്തെ കാണാൻ ശ്രമിക്കാൻ പോലും അദ്ദേഹത്തിന് ഇപ്പൊ കഴിയുന്നില്ല. കാരണം കണ്ണടച്ച്, ഞാൻ പറഞ്ഞില്ലേ കണ്ണ് കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചുറ്റിലുള്ള ഒരു പ്രകാശത്തെ ആൾക്കൊന്നും കണ്ട് ആസ്വദിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു മാനസികാവസ്ഥയിലല്ല അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും. ഓക്കെ. ആൻഡ് 5 ഓഫ് ബ്ലേഡ്സ്. ഓക്കെ. എന്തുകൊണ്ടൊക്കെയോ ചുറ്റിലും ആളുടെ സാഹചര്യത്തിന് ചുറ്റിലുമായിട്ട് എന്തൊരു എന്താ പറയാ വഴക്ക്, ഒന്നിനും ആളുടെ മനസ്സിപ്പോ ഒന്നും ശാന്തമല്ല. എന്തും കണ്ടു കഴിഞ്ഞാലും ഒന്ന് അങ്ങോട്ടേക്ക് കയറി ചീത്ത പറയുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എല്ലാവരെയും വഴക്ക് പറയുകയും അങ്ങനെ ഒരു ഫാമിലിയുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ചെറുതായിട്ടൊരു നെഗറ്റീവ് എനർജി ഒക്കെ കുറെ പേരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എനിക്കിവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെ അവിടെ മൈൻഡ് കൺട്രോൾഡ് ആണ് ആളുടെ. വരണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും വരാൻ പറ്റാത്ത ഒരു അവസ്ഥ, സ്റ്റക്നെസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ചിലരുടെ കേസിൽ ഇവിടെ നെഗറ്റീവ് എനർജി, ഒരു ഡെവിൾ എഫക്റ്റ് ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെങ്കിൽ ഒന്ന് അന്വേഷിച്ചേക്കുക. എന്തെങ്കിലും രീതിയിലുള്ളൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് അന്വേഷിച്ചേക്കാം. ഓക്കെ. മേ ബി അത് ചിലതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഇൻ മജീഷ്യൻ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം കഴിവുകളും പവറും ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആ ഒരു പേഴ്സൺ ഇപ്പൊ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. ആ ഒരു പേഴ്സൺ ഇപ്പോ എന്താന്ന് വെച്ചാൽ ഭയങ്കര നിങ്ങളുടെ തമ്മിലുള്ള ഒരു ബന്ധം ഭയങ്കര ടോക്സിക് ആയി ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഭയങ്കര ഒരു ടോക്സിസിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു പേഴ്സണ് ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്യുകയോ, അല്ലെങ്കിൽ അങ്ങനെ പാടില്ലായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ, ചിലരുടെ കേസിൽ മാത്രം അങ്ങനെ ഒരു കേസുകൾ, ആ ഒരു ടോക്കുകൾ വന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്നും കുറച്ചൊന്ന് മാറി നിൽക്കാം എന്ന ഉദ്ദേശത്തോടായിരിക്കും ചില പ്രേക്ഷകരുടെ ഒരു 30% ആൾക്കാരുടെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ചിലർക്ക് അങ്ങനെ ഓക്കെ ഇവർ ടോക്സിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ, അപ്പൊ ഒന്നൊന്ന് ജസ്റ്റ് ഒന്നൊരു ഗ്യാപ്പ് കൊടുക്കാം, ഒന്ന് മാറി നിൽക്കാം, അതിൽ നിന്ന് മനസ്സിലാക്കട്ടെ, അവർ നമ്മളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ ചിലർ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു മാറിപ്പോയതോടുകൂടി അവർക്ക് പിന്നെ തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ പോലും അവിടെ ഭയങ്കരമായിട്ടൊരു സ്റ്റക്നെസ്സും, ഞാൻ പറഞ്ഞില്ല ഒരു നെഗറ്റീവ് എനർജി ഇവിടെ കിടന്ന് കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ചുറ്റും എപ്പോഴും നല്ല ഏഞ്ചൽസ് ആയിരിക്കില്ല. ചില സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ബാഡ് ചിന്തകൾ, ഒരുപാട് ഓവർ തിങ്കിങ് എല്ലാം വരുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും എന്താ പറയാ ബാഡ് ഏഞ്ചൽസും ഉണ്ടാവും. അത് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയും ഇതുപോലുള്ള സിറ്റുവേഷൻസുകൾ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത സംശയങ്ങൾ, ആവശ്യമില്ലാത്ത ഓവർ തിങ്ക് ചെയ്യുമ്പോഴാണ് ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടാവുക. ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും. അവർക്ക് ഇപ്പൊ നമ്മളെ വലിയ ഇതില്ല, നമുക്ക് ഒരു റെസ്പെക്ട് തരുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത തോട്ട്സുകളൊക്കെ ഇപ്പൊ നിങ്ങളായാലും അതെ അങ്ങനെ ഈ ഒരു അത് മെയിൻ ആയിട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മളെ കർത്തവാവ് അടുത്തോണ്ട് ആ ഒരു സമയത്തേക്കായിരിക്കും കൂടുതൽ പേരുടെ റിലേഷൻഷിപ്പിലും പ്രോബ്ലംസ് വരുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഓക്കെ.